മണിമാറിയ നറുമഞ്ഞിൻ പുടവയുടുത്തു മാമലയാകെ മലരിതൾ പൂത്തു മണിമാറിയ നറുമഞ്ഞിൻ പുടവയുടുത്തു കരളിൽ മോഹത്തിൻ കവിത പാടിയൻ കുടിലിലെത്തിയ സ്വപ്നത്തിൽ ചിറകിലേറുവാൻ നിറയും നാളത്തിൽ മറന്ന പെണ്ണിനെ പോലെ ഞാൻ ലലാലാ ലലാ ലലാലാ 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 ലലാ നിറസന്ധ്യയേകിയൊരു പൂവാട് ഉടയാതെ ചൂടുവാൻ പൂമേട് പകലിൻ പൊൻതിരിയൂതുന്നു പകലവനെങ്ങോ മായുന്നു അഴകിയ ചീലയഴിക്കുമ്പോൾ അണിമതി വന്നേ മാനത്ത് ലലലാ ലലാ ലലാ ലലലാ ലലാ ലലാ ലലലാ ലലാ ലലാ ലലലാ ലലാ ലലാ. ഏതിയെ കുട്ടി, എന്തോ ഇത് ഞാൻ കുറെ കാലത്തിന് ശേഷം കേൾക്കാം, ഓർമ്മ വരുന്നില്ല ഈ പാട്ട്. അങ്ങനെ ഇത് കോമ്പറ്റീഷൻ ആരും പാടി അങ്ങനെ കേട്ടിട്ടില്ല. എന്തായാലും നല്ലൊരു പാട്ടാണ്, രസമുണ്ട് കേൾക്കാൻ. താങ്ക് യു. ശ്യാം സാറിന്റെ അല്ലേ ഓർക്കസ്ട്രേഷൻ ഒക്കെ എന്തായിരുന്നു? ടോപ്പ് ബാൻഡ് വെച്ച് സൂപ്പർ അലക്കി. ഭയങ്കര ആ, എൻജോയ്. നല്ല രസമുണ്ടായിരുന്നു. പാട്ടും നല്ല പാട്ടാണ്. ഈ ടോപ്പ് പോർഷൻസ് ആണ് മോക്ക് പ്രശ്നം. അരികിലണഞ്ഞു ആ സ്ഥലം, പിന്നെ നിറയും നാണത്തിൻ പുതിയ ചേലയായി. ആ അനുപല്ലയിലും ചരണത്തിലുമുള്ള പുടവയുടുത്തു. അതിന്റെ ആ മിഡ് പോർഷൻസിൽ ടോപ്പ് വരുന്നിടത്ത് മോക്ക് എത്തുന്നില്ല. അതൊന്ന് എത്തിക്കണം. ഒന്ന് പാടി നോക്കി. പാർവണബിംബം പുഞ്ചിരി തൂകി അവളോടൊരു കളി ചൊല്ലാൻ അവളോ ശ്രുതി ചേർത്ത് പാടിക്കൂ. അവളോടൊരു കളി ചൊല്ലാൻ അരികിലണഞ്ഞു ഇപ്പൊ കുറച്ച് കിട്ടി. അരികിലണഞ്ഞു. അരികിലണഞ്ഞു. ഗുഡ്. നേരത്തെ വന്നപ്പോഴത്തേക്ക് ആ പുടവയുടുത്തും അരികിലണഞ്ഞു പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ് നിറയും നിറയും നാണത്തിൽ പുതിയ ചേലയായി ഉടലുമോടും ഈ നേരത്ത് ആഹാ. നിറഞ്ഞ മാറിടം തുകിലിൽ മൂടുവാൻ മറന്നു പോയി നീ അയ്യേ. ആഹാ, സൂപ്പർ സൂപ്പർ. ലലാ ലാ ലലാ സാവാഷ്. ലലാ ലാ ലലാ 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 ലലാ. അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇത് അപ്പ പാടായിരുന്നല്ലോ. ഞാൻ എല്ലാം വരച്ചു വെച്ചിരിക്കുക അവിടൊക്കെ. മോൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കേട്ടോളൂ കേട്ടോ. കാരണം അവിടൊക്കെ മോള് പാടിയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു പെർഫെക്ഷനും സുഖവും അതിനകത്ത് വന്നിട്ടില്ല. അവിടെ ഒന്നും, അതായത് ഞാൻ വിചാരിച്ചു ഇനി ശബ്ദം വല്ലതും അടച്ചിരിക്കുകയാണോ എന്ന് വിചാരിച്ചു. ഇപ്പൊ ശബ്ദം ചെറുതായിട്ട് അടിച്ചിരിക്കും. പക്ഷെ ഇപ്പൊ നല്ല ഭംഗിയായിട്ട് പാടിയല്ലോ. കാരണം മോള് പാടിയ പാട്ടുകളെല്ലാം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടിട്ട് ഞങ്ങൾ പറയുന്ന കമന്റ്സ് കൂടെ ഒന്ന് കേൾക്കണം. എന്നിട്ട് അത് നോട്ട് ചെയ്തിട്ട് അടുത്ത പാട്ട് പഠിക്കുമ്പോൾ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം. ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്നല്ല പറയുന്നത്. ഇതായിരുന്നു എനിക്ക് തോന്നിയ സംഭവം. ഇപ്പൊ നന്നായിട്ട് പാടി. ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു കേട്ടോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പറഞ്ഞിട്ട് കാര്യമില്ല. വേദികക്കുട്ടി, എന്തോ എനിക്ക് തോന്നുന്നു ഈ ടോപ്പ് സിംഗറിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ പാട്ട് ഞാൻ കേൾക്കുന്നത്. ഇത് ഇത്ര ആൾക്കാർ കേൾക്കാത്തൊരു പാട്ടത് തോന്നുന്നു. അല്ല, ആരെ സെലക്ട് ചെയ്തേ? ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്താ. എങ്ങനെ പോയി തപ്പി പിടിച്ചു? അപ്പോ ആരും കേൾക്കാത്ത പാട്ടാ? പാട്ട് തപ്പി പിടിച്ചെടുത്തതാ ആണല്ലേ? അപ്പൊ ഇതുവരെ ഇത് ആരും പാടിയിട്ടില്ല എന്ന് എങ്ങനെ അറിഞ്ഞു? ഇത് എല്ലാവരോടും എന്നോട് ചോദിക്കും ഏതാ ഇനി അടുത്ത പാടാൻ പോകുന്നെന്ന്. അപ്പൊ അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ അല്ലേ? എന്താണേലും കൊള്ളായിരുന്നു കേട്ടോ. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അനുപല്ലവിയിലും ചരണത്തിലും അതിന്റെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് സൂപ്പറായിരുന്നു. നല്ല രസമായിട്ട് പാടിട്ടോ അത്. പിന്നെ ഓർക്കസ്ട്ര ഭയങ്കര രസമായിരുന്നു. അതിങ്ങനെ കേട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന നല്ല നല്ല രസമായിരുന്നു. ഇതാ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ മുത്തുമണികളല്ലേ മോളെ. അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. എന്താണേലും ഈ പാട്ട് നമ്മളെല്ലാം ഒന്ന് കേൾപ്പിച്ചതിന്, വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു. ഇനി ഇപ്പൊ മോള് പാടിയതുകൊണ്ട് ഇനി കുറെ പേര് പാടിക്കോളൂ ഇനി അല്ലേ? ഇതൊരു തുടക്കമായി. പക്ഷെ ഇത് രണ്ടാമത് മോൾ ഇവിടെ ഇപ്പൊ പാടിച്ചപ്പോ നന്നായിരുന്നു. ടേക്കിൽ ഇത് തന്നെ വന്നാ മതിയായിരുന്നല്ലോ എന്ന് ആലോചിച്ചു കേട്ടോ. നെക്സ്റ്റ് ടൈം നോക്കോളൂ. ഗോഡ് ബ്ലെസ് യു. അർച്ചലിക, വേദിക എന്തോ
ഇങ്ങനെ ഒരു റയർ സോങ് കൊണ്ടുവന്നതിന് കൺഗ്രാറ്റ്സ്. താങ്ക് യു. ശ്യാം സാറിൻ്റെ പാട്ടുകൾ എപ്പോഴും ഒരു ടോട്ടാലിറ്റി ഉണ്ടാവും. എപ്പോഴും ഓർക്കസ്ട്ര പാട്ട് എല്ലാം കൂടി വരുമ്പോൾ ഒരു ഭംഗിയാണ് കേൾക്കാൻ. ഓരോ പാട്ടുകളുടെ എന്താണ് പാട്ട് പാടിയേക്കണത്, എങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കണമെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പല്ലവി പാടുമ്പോൾ എങ്ങനെ ആ ഒരു പെപ്പി സ്റ്റൈലിൽ പാടിയേക്കണം, അനുപല്ലവി അതിൻ്റെ വേറൊരു സ്റ്റൈല്, അങ്ങനെ കുറേ വേവ്സ് ഉണ്ടാവും, പല രീതിയിലായിരിക്കും വരുന്നത്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് പാടണം എന്തായാലും ഇത് നല്ല പാട്ടായിരുന്നു, നല്ല സെലക്ഷൻ ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. മോള് അത്യാവശ്യം നന്നായിട്ട് പാടി, പക്ഷെ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ മോളെ, ഓൾ ദ ബെസ്റ്റ്. വേദിക, we are giving you 97 out of 100. ആദ്യ ഒരു ഷിബു ചക്രവർത്തി പൂക്കുറ്റി.